കൽക്കി ഇമാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയണമെന്ന് വെച്ചാൽ ദൈവം ഒന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ഇസ്ഹാക്ക്, അള്ളാഹു ഇതെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുരിശും വിഗ്രഹങ്ങളും ഇതെല്ലാം വെച്ച് പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സത്യം മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരു മതമല്ല, ക്രിസ്ത്യൻ ഒരു മതമല്ല, മുസ്ലിംസ് ഒരു മതമല്ല, ഹിന്ദു ഒരു മതമല്ല. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ദൈവ വഴി മാത്രമാണ്. ഭഗവത്ഗീത, ഖുർആൻ, ബൈബിൾ, ഈ ബൈബിൾ എല്ലാ ഗ്രന്ഥങ്ങളിലും എല്ലാ സത്യങ്ങളും വ്യക്തമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബൈബിളാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേൽ അമേരിക്കയും തിരുത്തിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശിവൻ തന്നെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം, ഗബ്രിയേൽ. എന്ന് പറഞ്ഞാൽ ഈ യേശു മിശിയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതെന്താണ് അർത്ഥം? യേശു ഗുരു, മിശിയ ഇസ്ഹാക്ക്. ഓം നമ ശിവായൻ്റെ അർത്ഥം എന്താണ്? ഓം സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ശിവൻ നമിക്കുന്നു. ഇസ്ലാം സലാം പറയുന്നത് എന്താണ്? അതും ഒന്ന് തന്നെയാണ്. അള്ളാഹു, മുഹമ്മദ് നബി, അത് തന്നെ, എല്ലാം ഒന്ന് തന്നെയാണ്. ഈ എന്ന് പറഞ്ഞാൽ കുറേ മതപണ്ഡിതന്മാരും പിന്നെ കുറേ ഉന്നതരും എല്ലാവരും ഒരുപാട് പേര് ഇസ്രായേലിൻ്റെ, അമേരിക്കൻ്റെയും സാത്താൻ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഈ സോഷ്യൽ മീഡിയ അവർ യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവരും തമ്മിലടുപ്പിക്കാൻ, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും കൂടി തമ്മിലടുപ്പിച്ചിട്ട് അവർക്ക് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം ഒന്നാണ്. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി തെറ്റാണ്. ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഒരു മത പണ്ഡിതന്മാരും വരില്ല, ആരും പറയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അവർ പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതിനുള്ള നിങ്ങൾ ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഭഗവാൻ ഈശ്വരൻ എല്ലാം ഒന്ന് തന്നെയാണ്, വിഷയം ഒന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്നാണ്. എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ വിഗ്രഹങ്ങളും കുരിശും എല്ലാം ഉപയോഗിച്ച് പണം സമ്പാദിക്കുക. ഇതാണ് നിങ്ങളുടെ ഈ മത പണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സത്യം പറയാന്ന് പറഞ്ഞാൽ ഇനിയും ആരും വരാനില്ല. കൽക്കി എന്ന് പറഞ്ഞാൽ വരാനുള്ളത് വിഷ്ണുവിൻ്റെ ഇതാണ്, അത് ഞാൻ തന്നെയാണ്. ഇമാം, ഈ ജീസസ് ആണത്, മുഹമ്മദ്, മെഹദി, അതാണ് സത്യം. ഇത് ഈ മൂന്നും ഒന്നാണ്. ഇത് ഇപ്പൊ നിങ്ങൾ വ്യാജ പ്രാർത്ഥനേന്റെ ഫലം എന്താണ്? ആരും സ്വർഗത്തിലുമില്ല, നരകത്തിലുമില്ല, എല്ലാവർക്കും ശിക്ഷയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനിയും വരാൻ പോകണമെന്ന് വെച്ചാൽ ഭൂമി ക്ലീനിങ് ആണ്. പിന്നെ ഈ മാതാവ്, പിന്നെ ഹിന്ദുക്കളിൽ പെൺദൈവങ്ങൾ, പാർവതി ആരാണ്? ഭൂമിയാണ് ഈ പറഞ്ഞത് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പെണ്ണ് എന്ന് പറഞ്ഞാൽ കുറേ ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല പൂർവികരും വന്നിട്ടുണ്ട്. അവരൊന്നും ആരാധിക്കാനല്ല പറഞ്ഞേക്കണത്, അവരെല്ലാം ബഹുമാനിക്കാനാണ്. ഇസ്ലാം മതത്തിലും പറയുന്നത്, ഇസ്ലാമിലും പറയുന്നതും എല്ലാത്തിനും പറയുന്നത് ബഹുമാനിക്കാനാണ്. ഈ ഹിന്ദു ഭഗവത്ഗീതയിൽ യുദ്ധങ്ങളുണ്ട്, ക്രിസ്ത്യൻ ബൈബിളിൽ യുദ്ധങ്ങളുണ്ട്, ഖുർആനിലും യുദ്ധങ്ങളെ കുറിച്ചിട്ട് പരാമർശിച്ചിട്ടുണ്ട്. ഇതെല്ലാം അന്നത്തെ കാലഘട്ടത്തിൻ്റെയാണ്. അത് ഈ കാലഘട്ടത്തിൽ അതൊന്നും ഇല്ല. ആ കാലഘട്ടത്തിൻ്റെ ഇതും പറഞ്ഞിട്ട് ഇവിടെ ഓരോരുത്തർ, കുറേ യൂട്യൂബേഴ്സ്, കുറേ ആൾക്കാർ ഇസ്രായേൽ അമേരിക്കയിൽ നിന്നും കാശ് വാങ്ങിച്ച് സാത്താൻ ഗ്രൂപ്പിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. ഇതാണ് സത്യം. ഈ സത്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും താങ്ക് യു.